എടുക്കേണ്ടി വരും. ഈ രണ്ടിടത്തും ജയിക്കുകയാണെങ്കിൽ വസന്ത് ഒരു തീരുമാനം എടുക്കേണ്ടി വരും, എവിടെ ഏത് മണ്ഡലം കൈവിടണം എന്നുള്ള കാര്യത്തിൽ. അത് സ്വാഭാവികമായും വയനാടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രീ വി ജി വിഷ്ണു, ഇവിടെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. 2-3 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഒടുവിൽ റായ്ബറേലിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അത് യു പിയിലൊട്ടാകെ കോൺഗ്രസിന് ശക്തി പകരും എന്നാണ് ആത്മവിശ്വാസം. അതിന്റെ BJP കാണുന്നത് എങ്ങനെയാണ്? ഇതിനകം തന്നെ പ്രതികരണം വന്നു കഴിഞ്ഞു, രാഹുൽ ഒളിച്ചോടിയ നിലയിൽ. പക്ഷെ അതിന് അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? റായ്ബറേലിയും അമേഠി പോലെ കോൺഗ്രസ് കുടുംബത്തിന് ഏറെ ആത്മബന്ധമുള്ള മണ്ഡലമാണ്. വടക്കേ ഇന്ത്യയിലെ മണ്ണിലിറങ്ങാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വളരെ ഭയമാണ്. കോൺഗ്രസിൽ നിന്നുണ്ടായ വളരെ വലിയ വിമർശനങ്ങളുടെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി അവസാനം റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ അമേഠി ഞങ്ങൾ രാഹുൽ ഗാന്ധിയിലൂടെ BJP തിരിച്ചു പിടിച്ചു. അതുപോലെ ഞങ്ങൾ ഇത്തവണ റായ്ബറേലിയും ഞങ്ങൾ സ്വന്തമാക്കും. BJP-യാണ് റായ്ബറേലിയിൽ വിജയിക്കാൻ പോകുന്നത്. റായ്ബറേലി കോൺഗ്രസ്സുകാർക്കും സോണിയാഗാന്ധിക്കും തീരെഴുതി കൊടുത്ത ഒരു മണ്ഡലമൊന്നുമല്ല. 1977-ലും 96-ലും 98-ലുമൊക്കെ രാജ്നാരായൺ മുതൽ BJP സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൂടി BJP അവിടെ വിജയിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഈ രാജ്യത്തിന് യാതൊരുവിധ പ്രവർത്തനത്തിലും പങ്കാളിയാവാത്ത, ഈ രാജ്യത്തിലെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വന്തം മണ്ഡലത്തെപ്പോൽ അവഗണിച്ച് അവിടെ കാണാത്തവരെയെല്ലാം ഈ രാജ്യത്തെ ജനത അതിശക്തമായി ചുട്ട മറുപടി നൽകും. അതുകൊണ്ട് റായ്ബറേലിയിൽ BJP വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വയനാടും പൊന്നാനിയും മലപ്പുറവുമായി ഇന്ത്യൻ രാഷ്ട്രീയം ചുരുങ്ങുകയാണ്. ആ കോളത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. അതുകൊണ്ട് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുന്നത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സീറ്റിലേക്ക് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയും കോൺഗ്രസിൻ്റെ അവസാന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പുകൾ മാറുകയും ചെയ്യും. കോൺഗ്രസ് കുടുംബം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രസക്തമാകും. ഇത് BJP-യുടെ വലിയ വിജയങ്ങൾക്കാണ് വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അത് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിൽ എന്താണ്? നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രിയങ്ക കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് മത്സരിച്ച് തോറ്റ രാഹുൽ ഗാന്ധി അല്ല ഇത്തവണ. ഇന്ത്യ മുന്നണി എന്ന വലിയൊരു സഖ്യത്തിന്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട്. യു പിയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകൾ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒപ്പം ഭാരത് ജോഡോ യാത്ര നടത്തി വലിയ വിശ്വാസം ആർജിച്ച ഒരു പ്രവർത്തകനായി കൂടുതൽ കരുത്തായ രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ BJP-ക്ക് ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലത്തെ ആത്മവിശ്വാസം അതൊരു അമിത വിശ്വാസമല്ലേ? അല്ല, റായ്ബറേലിയിൽ വിജയിക്കുമെങ്കിൽ എന്തേ കോൺഗ്രസ് നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ പ്രഖ്യാപിക്കാതിരുന്നത്? ഇന്നലെയാണല്ലോ BJP സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചത് പല മണ്ഡലങ്ങളിലും. അല്ല, ഞങ്ങൾക്ക് റായ്ബറേലിയിൽ യാതൊരുവിധ അനിശ്ചിതത്വവുമില്ല. ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. പക്ഷേ കോൺഗ്രസ് തങ്ങളുടെ പ്രധാന സീറ്റായി കാണുന്ന, കോൺഗ്രസ് കുടുംബം കുത്തകയായി കുറേ വർഷങ്ങളായി സ്വന്തം കുടുംബ സ്വത്ത് പോലെ വയ്ക്കുന്ന റായ്ബറേലിയിൽ അവർക്ക് കൃത്യമായ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ തുടരുന്ന അനിശ്ചിതത്വവും സീറ്റിന് വേണ്ടിയുള്ള വടംവലിയുമാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ആ സീറ്റ് വേണം, രാഹുൽ ഗാന്ധിക്ക് ആ സീറ്റ് വേണം. കാര്യം വയനാടിൽ പോലും രാഹുൽ ഗാന്ധി വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ചിലപ്പോൾ വയനാട് വിജയിക്കുമായിരിക്കാം. കാര്യം ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ വോട്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വയനാട് ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. ഞങ്ങൾ പറയട്ടെ, സ്വന്തം കുടുംബ സ്വത്തായി കാണുന്ന ഈ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? 3 തവണ BJP-യും രാജ്നാരായണും അടക്കം റായ്ബറേലിയിൽ വിജയിച്ചു. INDA മുന്നണിയുടെ ഒരു ഗുണവും കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നില്ല. റായ്ബറേലിലും അമേഠിയിലും കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ഇപ്പോൾ മുന്നണിയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ BSP അല്ലാതെ മറ്റ് ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് INDA മുന്നണി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. റായ്ബറേലിയിലടക്കം നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. ഓരോ തെരഞ്ഞെടുപ്പിലും BJP വോട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. കോൺഗ്രസ് കുടുംബത്തിന്റെ വോട്ട് ഷെയർ കുറഞ്ഞാണ് റായ്ബറേലിലും അമേഠിയിലും വരുന്നത്. റായ്ബറേലിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ അവസാനത്തെ MP ആയിരിക്കും. റായ്ബറേലിൽ MP ആയിരുന്നു സോണിയാഗാന്ധിയായി ചരിത്രത്തിൽ മാറാൻ പോവുകയാണ്. അതാണ് വസന്ത BJP